ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വർക്ക്ഷീറ്റിൽ പറയുന്നത് കുറച്ച് ബലൂൺസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ താഴെ കുറേ കളറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം ബലൂൺസിന് ഏതെല്ലാം കളറ് കൊടുക്കണം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ആ കളറ് കൊടുത്ത് ബലൂൺസ് വരയ്ക്കണം. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് തിങ്സ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ കുറച്ച് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ തിങ്സ് എത്രയാണ് എന്ന് കൗണ്ട് ചെയ്തിട്ട് നമ്പേഴ്സിന് നേരെ മാച്ച് ചെയ്തൊരു ലൈൻ കൊടുക്കണം. ഓക്കെ. ഇനി പറയുന്നത് കണ്ടില്ലേ, കുറച്ച് സ്പെല്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ബ്ലാങ്ക് ആക്കി വിട്ടിട്ടുണ്ട്. അതിന് നേരെ ഒരു കളറും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കൂ, എന്ത് കളറാണത്? റെഡ് കളറാണ് അല്ലേ? അപ്പോൾ റെഡിൻ്റെ സ്പെല്ലിംഗ് ആണ് നമ്മളവിടെ എഴുതേണ്ടത്, RED. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കളേഴ്സും ഫില്ല് ചെയ്യണം. ഇതിലും പറയുന്നത് കളർ കൊടുക്കാനാണ്. ഒരു അംബ്രല്ലയുണ്ട്, കണ്ടില്ലേ? ആദ്യം റെഡ്, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ, പർപ്പിൾ കളേഴ്സും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കി വരച്ച് കളർ കൊടുക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻസൈഡും ഔട്ട്സൈഡും. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത്, ഉള്ളിൽ. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് അല്ലേ? അപ്പോൾ ആദ്യത്തേത് വിച്ച് പിക്ചർ ഷോസ് ദ ഡക്ക് ഇൻസൈഡ് ദ സർക്കിൾ. ആ ഡക്ക് ഇൻസൈഡ്, സർക്കിളിനുള്ളിലുള്ളത് ഏതാണ് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്രാബ് ഔട്ട്സൈഡ് ഉള്ളതാണ് ടിക്ക് ചെയ്യേണ്ടത്. പിന്നെയോ ക്യാംലിൻ ഔട്ട്സൈഡ് ഉള്ളതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത് പാരറ്റ്സ് ഔട്ട്സൈഡ് ഉള്ളത് ഏതാണ്, അതുപോലെ തന്നെ ടോയ് ഇൻസൈഡ് ഉള്ളത് ഏതാണ്, ഡോഗ് ഔട്ട്സൈഡ് ഉള്ളത് ഏതാണ്, ബോൾ ഇൻസൈഡ് ഉള്ളത് ഏതാണ്, ഇതൊക്കെ ടിക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതും ഒരു കളർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു കാറ്റർപില്ലർ കണ്ടില്ലേ? അതിന് യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ 4 കളറും കൊടുക്കണം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് തിക്ക്, തിന്ന്. തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത്, കനമുള്ളത് അല്ലേ? തിന്ന് എന്ന് പറഞ്ഞാലോ കനം കുറഞ്ഞത്, മെലിഞ്ഞത്. അപ്പോൾ ഇതിൽ തിക്കായിട്ടുള്ള ഒബ്ജക്ട്സ് ഏതാണ് എന്നതിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. തിക്കായതാണ് ടിക്ക് ഇടേണ്ടത്. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് ഹെവി, ലൈറ്റ്. ഹെവി എന്ന് പറഞ്ഞാൽ കുറച്ച് കനം കൂടിയത്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞത്. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ ടിക്ക് ഇടേണ്ടത് ലൈറ്റർ, കനം കുറഞ്ഞ ഒബ്ജക്ട്സിനാണ് ടിക്ക് ഇടേണ്ടത്. ലൈറ്റർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഏതാണ് എന്ന് നോക്കി അതിന് വേണം നിങ്ങൾ ടിക്ക് ഇടാനായിട്ട്. ഇനി നമ്മൾ പറയുന്നത് മോർ ആൻഡ് ലെസ് ആണ്. മോർ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ. ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പോൾ ടിക്ക് ഇടാൻ പറഞ്ഞിരിക്കുന്നത് ലെസ് നമ്പറിനാണ്. ഈ തന്നിരിക്കുന്നതിൽ കുറവ് നമ്പർ ആദ്യത്തേത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ അതിൽ ഏതാണ് കുറവ്? ലെസ് ചോക്ലേറ്റ്സിനാണ് ടിക്ക് ഇടേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്യണം. ഇനി എംറ്റി, ഫുൾ. എംറ്റി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞത്, ഫുൾ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ടിക്ക് ഇടേണ്ടത് എംറ്റി ആയിട്ടുള്ള സാധനങ്ങൾക്കാണ്. എംറ്റി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ പാത്രം അല്ലെങ്കിൽ ഒഴിഞ്ഞിട്ടുള്ളത്, ഒന്നുമില്ലാത്തത്. നെക്സ്റ്റ് ബിഗ് ആൻഡ് സ്മോൾ. കണ്ടില്ലേ? കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ബിഗ്ഗർ ടോയ്ക്കാണ് നിങ്ങൾ സർക്കിൾ ഇടേണ്ടത്. രണ്ടാമത്തേത് സ്റ്റാർസ്, കണ്ടോ? അതിൽ സ്മോളറാണ്. മൂന്നാമത്തേത് പംകിൻ, ബിഗ്ഗർ. പിന്നെ ട്രോഫി, സ്മോളർ. പിന്നെയോ അംബ്രല്ല ബിഗിനാണ് റൗണ്ട് ഇടേണ്ടത്, ബോൾ സ്മോളറിനാണ് റൗണ്ട് ഇടേണ്ടത്. അപ്പോൾ നോക്കി ചെയ്യണം. നെക്സ്റ്റ് ഒരു വർക്ക്ഷീറ്റ് ഉള്ളത് ദ കാറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ചെയർ. എവിടെയാണ് പൂച്ച ഇരിക്കുന്നത്? ഓൺ ദ ചെയർ ആണ് അല്ലേ?
ദ ബുക്സ് ആർ ഡാഷ് ദ ടേബിൾ. എവിടെയാണ് ബുക്സ് ഉള്ളത്? അതും ഓൺ ദ ടേബിൾ ആണ്. ദ ഷൂസ് ആർ ഡാഷ് ദ ടേബിൾ. ഷൂസ് എവിടെയാണ്? അണ്ടർ ദ ടേബിൾ, താഴെയാണ്. ദ ക്ലോക്ക് ഈസ് ഡാഷ് ദ ടേബിൾ. എവിടെയാണ് ക്ലോക്ക് ഇരിക്കുന്നത്? ഓൺ ദ ടേബിൾ ആണ്, മുകളിലാണ് അല്ലേ? ദ ഡോഗ് ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബോക്സ്. എവിടെയാണ് ഡോഗ്? ഇൻസൈഡ്, ഇൻ. ദ ഡോഗ് ഈസ് സിറ്റിംഗ് ഇൻ ദ ബോക്സ്. ബോക്സിനുള്ളിലാണ്. ദ ടേബിൾ ഈസ് ഡാഷ് ദ ചെയർ ആൻഡ് ദ ബോക്സ്. ടേബിൾ ചെയറിൻ്റെയും ബോക്സിൻ്റെയും നടുവിലാണ്, ഇടയിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തെഴുതും? ബിറ്റ്വീൻ, അങ്ങനെയാണ് എഴുതേണ്ടത്. ദ ചെയർ ഈസ് ഡാഷ് ദ ടേബിൾ. ചെയർ എവിടെയാണ്? നിയർ ദ ടേബിൾ. ഇനി പറഞ്ഞിരിക്കുന്നത് ദ കാറ്റ് ഈസ് ഡാഷ് ദ ട്രീ. എവിടെയാണ്? അണ്ടർ ദ ട്രീ. ദ ഡോഗ് ഈസ് ഓൺ ദ ടേബിൾ. ദ മൗസ് ഈസ് ഡാഷ് ദ ബോക്സ്. എവിടെയാണ്? ഇൻസൈഡാണ് അല്ലേ? ദ സീൽ ഈസ് ഡാഷ് ദ ബോൾ. ഓൺ ദ ബോൾ. ദ പെൻസിൽ ഈസ് ഡാഷ് ദ ടേബിൾ. എവിടെയാണ്? താഴെയാണ് അല്ലേ? അണ്ടർ ദ ടേബിൾ. ഇനി പറഞ്ഞിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്. സ്മോൾ ടു ലാർജ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതാണ് അസെൻഡിങ് ഓർഡർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്പേഴ്സ് തന്നിട്ടുള്ളത് നോക്കൂ. 3, 7, 1, 6, 9. അപ്പോൾ എങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും? ഏറ്റവും സ്മോൾ നമ്പർ ഏതാണ്? 1 ആണ് അല്ലേ? പിന്നെ 3, 6, 7, 9 അങ്ങനെയാണ് വരുന്നത്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോൾ ടു ലാർജ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇനി പറഞ്ഞിരിക്കുന്നത് നമ്മൾ അസെൻഡിങ് ഓർഡർ പറഞ്ഞു അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസെൻഡിങ് ഓർഡർ. വലുതിൽ നിന്നാണ് ചെറുതിലേക്ക് പോകുന്നത്. ലാർജർ ടു സ്മോൾ. അപ്പോൾ ആദ്യത്തേത് അവർ എക്സാമ്പിൾ തന്നിരിക്കുന്നു, കണ്ടില്ലേ? 17, 11, 16, 14 ആണ്. അപ്പോൾ ലാർജ് നമ്പർ ഏതാണ്? 17, പിന്നെ 16, 14, 11 ഇങ്ങനെയാണ് വരുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും എഴുതി കറക്റ്റ് ചെയ്യണം. ഓക്കെ. ഇനി തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് നോക്കൂ. സ്മോളസ്റ്റ് നമ്പറും എഴുതണം, ലാർജസ്റ്റ് നമ്പർ അതല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പറും എഴുതണം. എന്നിട്ട് ആ തന്നിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിലും എഴുതണം. അപ്പോൾ ആദ്യത്തേത് നോക്കാം നമുക്ക്. 1, 3, 5, 4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ സ്മോളസ്റ്റ് നമ്പർ എഴുതണം. ഏതാണ്? 1, 3, 5, 4ലെ സ്മോളസ്റ്റ് നമ്പർ ഏതാ? 1 ആണ്. ലാർജസ്റ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ? വലിയ നമ്പർ ഏതാണ്? 5 ആണ്. അപ്പോൾ സ്മോളസ്റ്റ് 1ഉം ഗ്രേറ്റസ്റ്റ് 5ഉം. ഇനി അത് അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതും? 1, 3, 4, 5 ഇങ്ങനെ എഴുതിയാലാണ് അസെൻഡിങ് ഓർഡർ. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള എക്സാമ്പിൾസും നിങ്ങൾ എഴുതി നോക്കണം. അതിൽ സ്മോളസ്റ്റ് ഏതാണ്, ഗ്രേറ്റസ്റ്റ് ഏതാണ് എന്ന് എഴുതണം. പിന്നെ അത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനാണ്. ഒരു ഫ്രോഗിന് ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ്. അപ്പോൾ 1 തന്നിട്ടുണ്ട്, പിന്നെ നെക്സ്റ്റ് 2 കോളം ഇല്ല, പിന്നെ 4, 5 പിന്നെ ഇല്ല 7. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 1 തുടങ്ങി 20 വരെ എഴുതണം. കംപ്ലീറ്റ് ചെയ്ത് ഓർഡറിൽ എഴുതണം. ഓക്കെ. നെക്സ്റ്റ് 13 തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ആദ്യത്തേത്. അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഏതാണ്, ബാക്കിൽ വരുന്നത് ഏതാണ്? ആ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ 13 മുമ്പ് വരുന്നത് ഏതാ? 12 ആണ് അല്ലേ? 12 കഴിഞ്ഞാൽ 13, 14. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് 12, 13, 14, 12, 13, 14. നെക്സ്റ്റ് 17 ആണ്. അപ്പോൾ ഏതായിരിക്കും? 16, 17 പിന്നെ വരുന്നത് 18. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ കംപ്ലീറ്റ് ചെയ്യണം. കണ്ടില്ലേ ഒരു കാറ്റർപില്ലർ തന്നിരിക്കുന്നത്? അതിന് മുകളിലായിട്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടെത്തി എഴുതണം. ആദ്യത്തേത് വേണമെങ്കിൽ ഒന്ന് പറയാം. 1 ആണ്, പിന്നെ ഇല്ല. 3 പിന്നെ 2 എണ്ണം ഇല്ല. അപ്പോൾ ഏതായിരിക്കും 1ൻ്റെയും 3ൻ്റെയും മിഡിൽ? 2. പിന്നെ 3,
4 5. ബാക്കിയുള്ളതും അതുപോലെ തന്നെ കണ്ടുപിടിക്കണം. ഇനി കണ്ടില്ലേ, 9 ആണ് തന്നിരിക്കുന്നത്. 5നോട് എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് 9 കിട്ടുക? 6 7 8 9. 4 ആഡ് ചെയ്താലാണ് നമുക്ക് 9 കിട്ടുക. 5 + 4 മേക്ക് 9. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ കണ്ടുപിടിക്കണം. അതുകൂടാതെ 7ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ തന്നിരിക്കുന്നത് നോക്കൂ. ആദ്യത്തേതൊന്ന് കൗണ്ട് ചെയ്യൂ. 1 2 3 4. 4 അല്ലേ? അപ്പോൾ ആ കോളത്തിൽ 4 എഴുതണം. പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് 2 കോളം വേറെ തന്നിട്ടുണ്ട്. 3ഉം 1ഉം. അപ്പോൾ 3 + 1 മേക്ക് 4. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ എല്ലാ കോളംസും നിങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതണം. സെയിം വർക്ക്ഷീറ്റ് തന്നെയാണ് ഇതും. കണ്ടില്ലേ എത്ര ഡക്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ 8 എന്ന് എഴുതണം. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 5 + 3 ആണ് 8 വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ കൗണ്ട് ചെയ്ത് ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇത് നോക്കൂ, കുറച്ച് പെൻസിൽസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ എത്രയാണ്? 1 + 2. 1 + 2 എത്രയാണ്? 3. അതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോക്കി കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് എഴുതണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഐസ്ക്രീംസാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആഡ് ചെയ്ത് കറക്റ്റ് ആൻസർ താഴെ നിന്നും എടുത്തെഴുതണം. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് തിങ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം 3 + 1. 3 ബോയ്സും പിന്നെ ഒരു ബോയുമാണ് ഉള്ളത്. അപ്പോൾ 3 + 1 എത്രയാണ്? 4 ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ലൈൻ ചെയ്ത് ചേർക്കണം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അഡീഷൻ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് സബ്ട്രാക്ഷനും. 4 + 2 എത്രയാണ്? 6 ആണ് അല്ലേ? ഇനി സബ്ട്രാക്ഷൻ നോക്കൂ. ആദ്യം 5 - 1 ആണ്. 5ൽ നിന്ന് 1 പോയാൽ എത്രയാണ് ആൻസർ? 4 ആണ്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും എല്ലാം ചെയ്യണം. കണ്ടില്ലേ? ഈ വർക്ക്ഷീറ്റിലും തന്നിരിക്കുന്നത് അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ പിക്ചേഴ്സ് നോക്കി അതിൽ നിന്നും അഡീഷൻ ആണെങ്കിൽ അതുപോലെ ആഡ് ചെയ്ത് എഴുതണം. സബ്ട്രാക്ഷൻ ആണെങ്കിലോ അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ബുക്കിലേക്ക് പകർത്തി ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് എക്സാമിന് വരുമ്പോൾ എഴുതാൻ കഴിയൂ. ഒരുപാട് എക്സാമ്പിൾസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നത് മുഴുവൻ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഈ വർക്ക്ഷീറ്റ് നോക്കൂ. എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് കറക്റ്റ് നമ്പറിന് നേരെ റൗണ്ട് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു വർക്ക്ഷീറ്റ് കൂടി തന്നിട്ടുണ്ട്. അതിൽ തിങ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് ആ നമ്പർ അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇതും അതുപോലെ തന്നെയാണ്. നമ്പർ എത്രയാണ് എന്ന് കൗണ്ട് ചെയ്ത് ആ ഒബ്ജക്റ്റിന് നേരെ മാച്ച് ചെയ്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് ഏത് നമ്പറാണോ ആൻസർ കിട്ടുന്നത് അങ്ങോട്ട് ലൈൻ ചെയ്യണം. ഓക്കെ. ഇതെല്ലാം അതുപോലെ തന്നെയാണ്. കൗണ്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. കണ്ടില്ലേ? എക്സാമിന് മുമ്പ് എല്ലാവരും ഇതൊക്കെ വർക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. ആരും മടി വിചാരിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് നന്നായി പരീക്ഷ എഴുതാൻ കഴിയൂ. ഇനി ഇത് തന്നിരിക്കുന്നത് മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനാണ്. 1 തുടങ്ങി 20 വരെയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക? 1നും 20ക്കും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും കറക്റ്റ് ഓർഡറിൽ എഴുതണം. അടുത്തത് ലാസ്റ്റ്. ഇതെന്താണ്? കൗണ്ട് ചെയ്ത് നമ്പർ കോളത്തിൽ എഴുതാനാണ്. ഈസിയാണ് അല്ലേ? എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഈ വർക്ക്ഷീറ്റിൽ തന്നിരിക്കുന്നത് മിഡിൽ നമ്പർ മിസ്സിംഗ് ആണ്. 1 കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നമ്പർ എന്നറിയില്ല. പിന്നെ 3 ആണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നടുക്ക് ഏതായിരിക്കും? 1 2 3
അല്ലേ? 2 ആണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്പേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവരും അതൊന്ന് ഫില്ല് ചെയ്യൂ. ഇനി ഈ വർക്ക്ഷീറ്റിൽ പറയുന്നത് നിയർ ഏതാണ്, ഫാർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. ആദ്യത്തേത് നോക്കൂ, സർക്കിൾ ദ ഹൗസ് ദാറ്റ് ഈസ് നിയർ, അടുത്തുള്ള വീടിന് സർക്കിൾ ഇടാനാണ്. രണ്ടാമത്തേത് ഫാർ, അകലെയുള്ള കാറിന് റൗണ്ട് ഇടാനാണ്. നെക്സ്റ്റ് ഫാർ ആയിട്ടുള്ള അകലെയുള്ള ബോട്ടിന് റൗണ്ട് ഇടണം. അതുപോലെ തന്നെ നിയർ ആയിട്ടുള്ള ക്യാമലിന് റൗണ്ട് ഇടണം. അപ്പോൾ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് എഴുതണം. നെക്സ്റ്റ് ഈ തന്നിരിക്കുന്നതിൽ ടോൾ, നീളം കൂടിയത് ഏതാണ്? അപ്പോൾ അതിനാണ് നിങ്ങൾ ടിക്ക് ഇടേണ്ടത്. ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് യുവർ വർക്ക്ഷീറ്റ്സ് ആൻഡ് സ്റ്റഡി വെൽ. See you in next class. Thank you.